നീണ്ട 14 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിനു ശേഷം 2024 ഡിസംബറിൽ ബഷാർ അൽ അസദിന്റെ ഭരണം അവസാനിച്ചതോടെ സിറിയയിൽ പുതിയൊരു ഭരണകൂടം അധികാരത്തിൽ വരികയായിരുന്നു. പുതിയ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറാന്റെ നേതൃത്വത്തിൽ സിറിയ തന്റെ പ്രാദേശിക ബന്ധങ്ങൾ പുനഃക്രമീകരിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ പശ്ചാത്തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം ഇസ്രയേലുമായുള്ള ബന്ധത്തിന്റെ ഭാവിയെക്കുറിച്ചായിരുന്നു. ദശകങ്ങളായി ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഇസ്രയേലും സിറിയയും തമ്മിൽ സമാധാന കരാറിലേക്കോ പൂർണ്ണ സാധാരണവൽക്കരണത്തിലേക്കോ നീങ്ങുമോ? ബന്ധം 1948 അറബ് ഇസ്രായേൽ യുദ്ധം മുതൽ ശത്രുതാപരമാണ്. 1967 6 യുദ്ധത്തിൽ 6 ഡേ വാറിൽ ഇസ്രായേൽ ഗോലൻ ഹൈറ്റ്സ് പിടിച്ചെടുത്തതോടെ ഈ ശത്രുത കൂടുതൽ രൂക്ഷമായി. 1973 യോം കിപ്പൂർ യുദ്ധത്തിന് ശേഷം 1974 ഒപ്പുവെച്ച ഡിസ്എൻഗേജ്മെന്റ് കരാർ പ്രകാരം ഗോലൻ ഹൈറ്റ്സ് ഒരു ബഫർ സോണായി സ്ഥാപിക്കപ്പെട്ടു. ഇത് UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ മേൽനോട്ടത്തിലും പ്രവർത്തിച്ചു. എന്നാൽ 2024 ഡിസംബറിൽ അസദ് ഭരണകൂടം തകർന്നതിന് ശേഷം ഇസ്രായേൽ ഈ ബഫർ സോൺ പിടിച്ചെടുക്കുകയും സിറിയൻ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുകയും ചെയ്തു. ഇത് പുതിയ സംഘർഷങ്ങൾക്കായിരുന്നു അന്ന് വഴിവെച്ചത്. 2024 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഒപ്പുവെച്ച അബ്രഹാം കരാറുകൾ UAE, ബഹ്റൈൻ, സുഡാൻ, മൊറോക്കോ എന്നീ അറബ് രാഷ്ട്രങ്ങളെ ഇസ്രായേലുമായി സാധാരണവൽക്കരണത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. 2025 ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് ഈ കരാറുകളെ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തു. 2025 മെയ് മാസത്തിൽ സൗദി അറേബ്യയിൽ വെച്ച് ട്രംപ് സിറിയയുടെ പുതിയ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായെ കണ്ടുമുട്ടി. ഇസ്രായേലുമായി ബന്ധം സാധാരണവൽക്കരിക്കാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചതുമായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൺ സാർ വ്യക്തമാക്കിയിട്ടുണ്ട്, ഗോലൻ ഹൈറ്റ്സിന്റെ നിയന്ത്രണം ഇസ്രായേൽ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന്. ഗോലൻ ഹൈറ്റ്സ് ഇസ്രായേലിന്റെ ഭാഗമായി തുടരുമെന്നും i24 ന്യൂസിനോട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ സിറിയയുമായുള്ള ഒരു സമാധാന കരാർ സാധ്യമാണെങ്കിൽ അത് രാജ്യത്തിന്റെ ഭാവിക്ക് ഗുണകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനഗ്ബി സിറിയയുമായി നേരിട്ടുള്ള ദൈനംദിന സംഭാഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും ഒരു സാധാരണവൽക്കരണ കരാറിന്റെ സാധ്യത പരിശോധിക്കുന്നുണ്ടെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിറിയൻ സ്റ്റേറ്റ് മീഡിയ 2025 ജൂലൈ 3 പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലുമായുള്ള സമാധാന കരാറിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ അകാലികം പ്രീമെച്വർ എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 1974 ഡിസ്എൻഗേജ്മെന്റ് കരാർ അനുസരിച്ച് 2024 ഡിസംബർ 8 ശേഷം ഇസ്രായേൽ പിടിച്ചെടുത്ത സിറിയൻ പ്രദേശങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ബഫർ സോണിൽ നിന്നും മൗണ്ട് ഹെർമോണിൽ നിന്നും ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറണമെന്നാണ് സിറിയയുടെ പ്രധാന ആവശ്യം. എന്നാൽ ഗോലൻ ഹൈറ്റ്സിന്റെ മടക്കം ആവശ്യപ്പെടുന്നില്ല എന്ന് ലെബനീസ് മാധ്യമമായ LBCI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സുപ്രധാന വിട്ടുവീഴ്ചയായി കണക്കാക്കപ്പെടുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അബ്രഹാം കരാറുകൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി സിറിയ ഇസ്രായേൽ ബന്ധം സാധാരണവൽക്കരിക്കുന്നതിന് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. 2025 ജൂൺ 30 ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി സിറിയക്കെതിരായ ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഇത് സിറിയയെ പുനർനിർമ്മാണത്തിന് സഹായിക്കുന്നതിന്റെ ഭാഗമായാണ്. UAE വഴി നടക്കുന്ന ബാക്ക് ചാനൽ ആശയവിനിമയങ്ങൾ വഴി ഇസ്രായേലും സിറിയയും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്തു തന്നെയായാലും ഇസ്രായേലുമായുള്ള ബന്ധത്തിന് ഒട്ടനവധി വെല്ലുവിളികളും പ്രത്യക്ഷത്തിലുണ്ട്. ആദ്യത്തെ ഗോലൻ ഹൈറ്റ്സ് തന്നെ. ഇസ്രായേൽ ഗോലൻ ഹൈറ്റ്സിന്റെ നിയന്ത്രണം ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സിറിയയ്ക്ക് ഈ പ്രദേശത്തിന്റെ തിരിച്ചുപിടിക്കൽ ഒരു പ്രധാന ലക്ഷ്യമായി ഉള്ളിലും തുടരുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഗോലൻ ഹൈറ്റ്സിനെ ഒരു പീസ് പാർക്കാക്കി മാറ്റാനുള്ള നിർദ്ദേശങ്ങളും ഉയർന്നിട്ടുണ്ട്. സിറിയയിലെ പുതിയ ഭരണകൂടത്തിനുള്ളിൽ പ്രത്യേകിച്ച് ഹയാത്ത് തഹരീർ അൽ ഷാം പോലുള്ള ഗ്രൂപ്പുകളിൽ നിന്നും തുർക്കി പിന്തുണയുള്ള വിഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലുമായുള്ള സാധാരണവൽക്കരണത്തിനെതിരെ ആഭ്യന്തര എതിർപ്പുകളും ഉയർന്നേക്കാം. ഇറാന്റെ നയങ്ങളിലെ മാറ്റവും ഹിസ്ബുള്ളയുടെ പിന്മാറ്റവും റഷ്യയുടെ സിറിയയിലെ സ്വാധീനം കുറഞ്ഞതും സിറിയ ഇസ്രായേൽ ചർച്ചകൾക്ക് അനുകൂലമായ സാഹചര്യം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ തുർക്കി, സൗദി അറേബ്യ തുടങ്ങിയ രാഷ്ട്രങ്ങൾ ഈ പ്രക്രിയയിൽ എന്ത് പങ്ക് വഹിക്കുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. ചില റിപ്പോർട്ടുകൾ പ്രകാരം 2025 അവസാനത്തോടെ ഇസ്രായേലും സിറിയയും ഒരു സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ ഇസ്രായേൽ 2024 ഡിസംബറിന് ശേഷം പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുക, ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകളുടെ ആയുധങ്ങൾ നിർവീര്യമാക്കുക, പ്രാദേശിക ഗ്രൂപ്പുകളെ നാടുകടത്തുക തുടങ്ങിയ നിബന്ധനകളിൽ ഉൾപ്പെട്ടേക്കാം. ഇതിന് പകരമായി സിറിയ അഹമ്മദ് അൽ ഷറായുടെ ഭരണകൂടത്തിന് ഇസ്രായേലിൻ്റെ ഔപചാരിക അംഗീകാരം ലഭിച്ചേക്കാം. എന്നിരുന്നാലും ഈ കരാർ കോൾഡ് പീസ് എന്ന നിലയിൽ മാത്രമായിരിക്കാം. അതായത് പൂർണ്ണമായ ഊഷ്മളമായ ബന്ധം എന്നതിനേക്കാൾ പരിമിതമായ സുരക്ഷാ സഹകരണ കരാറായി ഇത് നിലനിൽക്കാം. സിറിയയുടെ പുനർനിർമ്മാണത്തിന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനും പ്രാദേശിക സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും ഈ കരാർ സഹായകമാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
ഇസ്രായേലും സിറിയയും തമ്മിലുള്ള സാധാരണവൽക്കരണ ചർച്ചകൾ മിഡിൽ ഈസ്റ്റിലെ ഭൂരാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു നായിക കല്ലാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഗോലാൻ ഹൈറ്റ്സിൻ്റെ പദവി, സിറിയയിലെ ആഭ്യന്തര എതിർപ്പുകൾ, പ്രാദേശിക ശക്തികളുടെ ഇടപെടലുകൾ എന്നിവ ഈ പ്രക്രിയയെ സങ്കീർണമാക്കും. ട്രംപിൻ്റെ മധ്യസ്ഥതയും അബ്രഹാം കരാറുകളുടെ വിപുലീകരണവും സിറിയയെ ഇസ്രായേലുമായി അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ബന്ധം യാഥാർത്ഥ്യമാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. waytonikah.com, the exclusive Muslim matrimonial site.